നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീനാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുമല്ലോ. അതും ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ നല്ലോണം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. പിന്നെ അതാ ഞാൻ ഉച്ചക്കലേക്ക് പച്ചക്കറി വെച്ചതിനോണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പച്ചക്കറിയാണല്ലോ ഇപ്പോൾ വെക്കല് രാവിലെ. അപ്പോൾ അതുകൊണ്ട് കറി തികയാത്തതുകൊണ്ട് ഞാനിതാ വൈകുന്നേരത്തേക്ക് കുറച്ച് ചിക്കൻ കറി വെക്കുകയാണ്. പിന്നെ അതാ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന മുന്നേ തന്നെ പത്തിരിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി. പക്ഷെ അതൊന്നും ബോട്ടിലേക്കൊന്നും ആക്കി വെച്ചിട്ടില്ല. ഓൾറെഡി ഉള്ളത് ഉപയോഗിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് പാത്രത്തിലേക്കൊക്കെ ആക്കി വെക്കുന്നത്. ആ ചെറിയ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത് മുമ്പത്തെ ബാക്കിയുള്ളത് കുറച്ചാണ്. അത് ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നത് സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയല്ല. പിന്നെ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോകുന്ന മുന്നേ തന്നെ സെറ്റാക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ മുളക് ഉണക്കാനൊന്നും പിന്നെ കഴിയൂലല്ലോ, നല്ല മഴയല്ലേ ഇനിയോ. അപ്പോൾ അതാ ഹോസ്പിറ്റലിൽ പോണതിൻ്റെ തലേന്നാണ് കേട്ടോ അതൊക്കെ പൊടിപ്പിച്ച് വെച്ച് പത്തിരിപ്പൊടിക്കൊക്കെ. പക്ഷേ പുട്ടുപൊടിക്ക് ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല ഇനി. കാരണം എന്താ വെച്ചാൽ അന്ന് റേഷൻ കടയിൽ അരി കിട്ടിയിട്ടില്ലേ ഇനി. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഏകദേശം 1.5-2 മാസത്തേക്കുള്ള സാധനങ്ങൾക്ക് എനിക്കിപ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അതിന് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ വിറകുകളും ഒക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ മുന്നേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി. പിന്നെ ഇത് ഞാൻ ഈ മുളക് പൊടി ഇതൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കറി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കറി വെക്കണം, ചപ്പാത്തി ചുടണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. രാത്രി എന്തായാലും ഇക്കാക്കും പ്യാപ്പിൾക്കും ചപ്പാത്തിയാണ് വേണ്ടത്. ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, പിന്നെ അതുപോലെ പച്ചക്കറി രാവിലത്തെ ബാക്കിയുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി രാത്രി വെച്ചാൽ രാവിലെ പുട്ടിനേക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആണ് കേട്ടോ ഞാനിത് ചിക്കൻ കറി കാര്യമായിട്ട് വെച്ചത്. അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും മുളക് ഇടുകയുള്ളൂ. പിന്നെ ഞാൻ ഇഷുമോൻ അടുക്കളയിൽ വന്നപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ട് ആ ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഇക്കാക്ക ഒന്ന് നേരത്തെ വന്നിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ പിറ്റേന്ന് രാവിലത്തേക്ക് അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഇക്കാക്ക വന്നപ്പോൾ ഞാൻ ഇക്കാക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ ആ ഒരു പയർ അരിയാനൊക്കെ. കുറച്ച് പണികളൊക്കെ അവരെക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫുൾ ടൈം അല്ലെങ്കിലും ഇവർ ഉണ്ടാവുമ്പോൾ ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ ചെയ്തു തരലുണ്ട്. പിന്നെ അത് അതേപോലത്തെ ആ ഒരു ബോക്സിലേക്കാണ് കേട്ടോ അത് അരിഞ്ഞത് റെഡിയാക്കുന്നത്. ഇക്കാക്ക അരിഞ്ഞതിനെ കൂടെ തന്നെ വളരെ കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വല്ലാതെ ചെറുതായിപ്പോയി. മോൾക്കും ഓൽക്കൊക്കെ പയറിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിറ്റേന്നേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചിരവി വെച്ചത്. അതും ബോക്സിലാക്കി വെക്കുകയാണ്. അതാകുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ രാവിലെ നമുക്ക് പണി കഴിക്കാനൊക്കെ. അപ്പോൾ രാത്രി കുറച്ച് സമയം നമുക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ്. രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയമെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുക. നല്ല തിരക്കുള്ള സമയത്ത് സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ട സമയത്ത്, അതേപോലെ ജോലിക്ക് പോകേണ്ട വീട്ടമ്മമാർക്ക് അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു പണി എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ തലേന്ന് ചെയ്ത് വെച്ചാൽ. പിന്നെ അതാ വെള്ളരിൻ്റെ ആ നടുവിലെ പൂവുണ്ടല്ലോ, അത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പം കഴിച്ചപ്പോൾ നല്ല പണി കിട്ടി, ഭയങ്കര കയ്പ്പ്. ഞാൻ വായിലേ വെച്ചതേ ഓർമ്മയുള്ളൂ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കൽ എനിക്കൊരു ഹാപ്പിനെസ്സുമാണ്. പിന്നെ അതേപോലെ 2 മാസം കൂടുമ്പോഴാണെങ്കിലും ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടുമല്ലോ. അത് ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അതുകൂടി നമ്മളൊരു എന്താ പറയുക എഫേർട്ട് എടുക്കുമല്ലോ. ഇപ്പോൾ ശരിക്കും എഫേർട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ. അധിക ദിവസവും രാത്രി 12 മണിയെങ്കിലും ആവട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എണീക്കുന്ന കാര്യം ഭയങ്കര പ്രയാസമാണ്. എങ്ങനെ വയ്യാത്ത പോലെയാണ് കേട്ടോ എണീക്കൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി 10 മണിയാകുമ്പോഴത്തേനും നമ്മളെല്ലാവരും കിടക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ രാവിലത്തെ പച്ചക്കറിയും പിന്നെ അതേപോലെ ചിക്കൻ കറി രസം പോലെ ആയിപ്പോട്ടെ, കുറച്ച് വെള്ളം കൂടിപ്പോയി. പിന്നെ കോവക്കൻ്റെ ഉപ്പേരി മോളെ ചോറാണ് കേട്ടോ അത്. അപ്പോൾ മോൾക്ക് ഇന്നിപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അവൾക്ക് നെല്ലുത്തേരീൻ്റെ ചോറാണ് കൊടുക്കൽ. പിന്നെ കോവക്കൻ്റെ ഉപ്പേരി ഉച്ചക്കത്തെ ഉണ്ടായിനി. അപ്പോൾ രാത്രിയിലേക്ക് അവൾക്ക് ഞാൻ വൻപയറുണ്ടല്ലോ അതൊന്ന് പുഴുങ്ങി കൊടുത്തിക്കാണ് കേട്ടോ ആ ചോറിലേക്ക്. അത് മാത്രം കൂട്ടിയാണ് കഴിച്ചത്. കോഴിമുട്ട വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ചിക്കൻ്റെ 2 പീസും കൊടുത്തിട്ടുണ്ട് ഇനി. പിന്നെ പാലുണ്ടാവാനൊക്കെ പയറുവർഗ്ഗങ്ങൾ നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അവൾ അത്യാവശ്യം അത് താല്പര്യം ഇല്ലെങ്കിലും കൂടിയിട്ട് അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. മോന് പാലൊക്കെ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് കുറവാണല്ലോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേനു ആ ഒരു കുളിപ്പിക്കുന്ന ആൾ വരുന്നത്. അപ്പോൾ അവരോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം അപ്പോൾ തിങ്കളാഴ്ച മുതൽ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും മോളെ മുറിവൊക്കെ ഒന്ന് ബുദ്ധിമുട്ടൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മോനെ കുളിപ്പിക്കാനും ഒക്കെ കൂടിയാകും. അപ്പോൾ ഏകദേശം അവർ വരുമ്പോൾ അവർക്ക് എടുക്കാനുള്ള ജോലി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തായാലും എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അതൊന്നും നമുക്കതൊന്നും നോക്കിയാൽ ശരിയാവില്ലല്ലോ.
ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ സമയം ഞാൻ ഇരുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കബോർഡിൻ്റെ ഉൾഭാഗം ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. ഒരു ഭാഗം തുടയ്ക്കാൻ ബാക്കിയുണ്ടേനി. പിന്നെ ഈ ഒരു പാത്രം നമ്മുടെ ഐക്യത്തെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഐക്യെന്ന് വാങ്ങിയതാണ്, പക്ഷേ ഇത് ഓൺലൈനായിട്ടും കിട്ടും. നല്ല പാത്രമാണ് കേട്ടോ. എയർ ടൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വലിയ പാത്രമാണെങ്കിൽ ഏറ്റവും യൂസ് കിട്ടുക. ഞാൻ ഇഡ്ഡലി മാവൊക്കെ ആക്കി വെക്കലൊക്കെ അതിലൊക്കെയാണ്. പിന്നെ സ്റ്റീൽ പാത്രത്തിലേക്ക് ആക്കി വെക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല പാത്രമാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. എയർ ടൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ അതിലേക്ക് തന്നെ എടുത്ത് വെച്ച്, പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അത് ഞാൻ പിന്നെ ഒരു ചെറിയ റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു പ്രാണികളും ഈച്ചകളുമാണ് കേട്ടോ ഇപ്പോഴത്തെ മഴക്കാലത്ത് ഏറ്റവും വലിയ തലവേദന. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പിന്നെ ഈ കൗണ്ടർ ടോപ്പിന് മേലെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടച്ച് ഒഴിവാക്കുക. നനവൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നനവ് അവിടെ നിൽക്കുമ്പോഴാണ് അധികം പ്രാണി വരിക. പിന്നെ ചക്ക മാങ്ങ അതിൻ്റെയൊക്കെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലും കലിഞ്ഞ് ചീഞ്ഞിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ പ്രാണി ഈച്ചയൊക്കെ വരുന്നത്. ഇതൊരു കുറഞ്ഞ സമയം, എനിക്ക് തോന്നുന്നു 1-2 മാസം എന്തായാലും ഈ ഒരു ശല്യം ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് പോവില്ല. പിന്നെ നമ്മളൊരു സമാധാനത്തിന് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക. വെള്ളം ഇല്ലാതൊക്കെ, എവിടെ ഈർപ്പമില്ലാതൊക്കെ, അങ്ങനത്തെ ഒക്കെ ചെയ്താലേ ശരിയാവുള്ളൂ. പിന്നെ ഈ ഒരു എനിക്കിപ്പോൾ വലിയൊരു തലവേദനയാണ്. ഈ ഒരു പാത്രം കഴുകി വെക്കുന്ന ആ ഒരു ഡിഷ് റാക്ക് വെള്ളം ഇങ്ങനെ അതിന് പോവില്ല. സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലല്ലോ അതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ, ആ ഒരു സ്ട്രെയിനറുള്ളൊരു ഡിഷ് റാക്ക് വാങ്ങിയാലോ എന്ന്. പക്ഷേ ഇതിപ്പോൾ അത്ര നല്ല ഒരു കേടും വരാത്തതുകൊണ്ട് വീണ്ടും ഒരു പൈസ വെറുതെ വേസ്റ്റ് ആക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചിട്ടില്ലേനോ പല്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ പാറ്റ കൂറ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിലേ വരുന്ന ഒരു കുട്ടീനോട് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ലതാണ്, നല്ല സ്മെല്ലുമാണ്. പിന്നെ ആ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുൽത്തൈലം വാങ്ങിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉറ്റിച്ചിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താലും മതി. നല്ല സ്മെല്ലുമാണ് അടുക്കളക്ക്. പിന്നെ അതേപോലെ ഈ ഒരു പ്രാണിക്ക് ഒരു കുറവുണ്ട് കേട്ടോ. വലിയ കുറവ് എന്നൊന്നും പറഞ്ഞുകൂടെ, എന്നാലും പ്രാണിയൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇടങ്ങേറൊക്കെ പോയിക്കുന്നു. പിന്നെ അതുപോലെ ഒരു കാര്യം എനിക്ക് കാണിച്ചു തരാൻ മറന്നും പോയിട്ടോ. ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പഴമൊക്കെ അടുക്കളയിൽ ഇങ്ങനെ ഉള്ളതിനെ കൊണ്ട് തന്നെ എന്തായാലും പ്രാണി അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ അത് കത്തിച്ച് വെക്കുക. അപ്പോൾ അതാകുമ്പോൾ ഈ പ്രാണികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പോകും കേട്ടോ. വലിയൊരു ശല്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഈ ഒരു 2-3 ദിവസമായിട്ടുള്ള ഒരു അനുഭവം. പിന്നെ എല്ലാ ഭാഗവും നമ്മൾ ഈ ഫുഡിൻ്റെ വേസ്റ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എവിടെയും വെക്കരുത്. എവിടെ ഒരു ഇതുണ്ടോ, നമ്മൾ വേനൽക്കാലം പോലെയല്ല, നല്ലോണം ഈ വൃത്തികേട് വരും. പിന്നെ മോള് വന്നപ്പോൾ ഉള്ള ചെറിയൊരു പരിഷ്കാരമാണ് കേട്ടോ, ഈ സിങ്കിൻ്റെ താഴെയുള്ളൊരു മാറ്റ് ഇടൽ. ഞാനത് ഇടലേ ഇല്ല, പക്ഷെ ഓൾക്കാണെങ്കിൽ മാറ്റ് വേണം താനും. അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് എനിക്കും ഇപ്പം മാറ്റ് വേണം അവിടെ. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ മോൾക്ക് എന്തായാലും ഇത് കൊടുക്കണമല്ലോ, കോഴിമുട്ട പുഴുങ്ങി കൊടുക്കണം. കോഴിമുട്ടയും പഴവും കൊടുക്കണം. അപ്പോൾ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഈ പഴവും കോഴിമുട്ടയും സഹായിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. കോഴിമുട്ട പ്രത്യേകിച്ച്. അപ്പോൾ ഇപ്പോൾ നാടൻ കോഴിമുട്ട കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല ലഗോണിനെക്കാട്ടും പീടിയെന്ന് വാങ്ങണതിനെക്കാട്ടും. അപ്പോൾ നമ്മുടെ അകാരോൻ്റെ ആ ഒരു എഗ് ബോയിലർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടോ. അപ്പോൾ ഈ 4 എണ്ണം ഇത് മുഴുവനും ഓൾക്കുള്ളതല്ല കേട്ടോ. അത് ഫുള്ളും ഒന്നും കഴിക്കില്ല. ഒറ്റ മുട്ട 1 പീസ് പഴവും തന്നാൽ മതി എന്നാണ് ഓള് പറയുന്നത്. പക്ഷെ ഞാൻ 2 മുട്ട എന്തായാലും രാവിലെ കൊടുക്കും. പഴം പുഴുങ്ങിയത് വേണ്ടാന്നാണ് പറയൽ. എന്നാലും ഞങ്ങൾ നിർബന്ധിച്ച് ഒരു പഴം കൊടുക്കലുണ്ട് കേട്ടോ രാവിലെ. പിന്നെ മോൾക്ക് ഞാനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കൊരു സാധനം തിന്നാൻ പോവില്ല കേട്ടോ. പക്ഷെ മോളെന്താ വെച്ചാൽ മോളുക്കാക്കുകയും വയ്യെങ്കിലും വേണ്ടെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണമല്ലോ എന്നുള്ള കാര്യങ്ങളുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ചീത്തൊക്കെ പറയുകയാണെങ്കിൽ കഴിക്കും കേട്ടോ. ഞാൻ ചീത്ത പറയില്ല, എന്നെ തല്ലിയാൽ പോലും എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ ഒരു പിടി ചോറ് പോലും ഞാൻ കഴിക്കൂല. അങ്ങനത്തെ എന്തോ ഒരു വൃത്തിയിട്ട സ്വഭാവം കൂടി എനിക്കുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് തലേന്നത്തെ പുട്ടിൻ്റെ പൊടി ബാക്കി നനച്ചതുണ്ടെങ്കിൽ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുന്നത്തെ ഇഡ്ഡലി ചുട്ടപ്പോഴുള്ള ബാക്കി ആ മാവും ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും ആണ് കേട്ടോ. 2 പണിയാണ്, എന്നാലും
പുട്ട് വേണ്ടിയവർക്ക് പുട്ടും ദോശ വേണ്ടിയവർക്ക് ദോശയാക്കായി വെച്ചിട്ട് അങ്ങനെ അതാണ് കേട്ടോ ചുടുന്നത്. ഇപ്പോൾ ഇതാ വേഗം മുട്ടൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ടയും പഴമൊക്കെ. പിന്നെ അതാ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഹോർലിക്സ് അല്ലെങ്കിൽ പാലിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഇട്ട് കൊടുക്കലാട്ടോ. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കിയത് കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ ചായയാണ് കേട്ടോ കൊടുക്കുന്നത്. പുറത്ത് മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ദൂരോട്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ ഒരു ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും തുടക്കത്തിൽ നിങ്ങൾക്ക് ആ ഒരു എരപ്പ് കാണാം കേട്ടോ. നല്ല മഴ ഉണ്ട്. ഇനിയിപ്പോൾ മഴ ചോർന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കുന്ന സമയത്ത് രാവിലെ നല്ല മഴയാണ്. പിന്നെ അതാ വലിയൊരു ഉപകാരം, നമ്മൾ തൊട്ടടുത്തുള്ള ആ ഒരു പറമ്പ് അവരൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയൊരു ഉപകാരം. അല്ലെങ്കിൽ ഒച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ തൊടിയിലേക്കാണ് കയറി വരിക. അപ്പോൾ അത് നല്ല ക്ലീൻ ആക്കിയതുകൊണ്ട് അതും ഒരു സമാധാനം കേട്ടോ കാണുമ്പോൾ. പിന്നെ കോഴിമുട്ട ഞാൻ വേഗം നല്ലോണം കഴുകിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കൽ. എന്താ വെച്ചാൽ ആരോ പറയുന്ന എപ്പോഴോ ഒന്ന് കേട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കഴുകരുതെന്ന്. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിനെ അനുസരിച്ച് ആ ഒരു ഇതിലേക്ക് പുറത്ത് വെച്ച കോഴിമുട്ട, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ നാത്തൂന് വരുമ്പോൾ കൊണ്ടുവന്ന കുറേ കോഴിമുട്ട ഉണ്ടായിനി, അതും ഒക്കെ കഴുകിയിട്ട് ഈ ആ ഒരു കോഴിമുട്ടൻ്റെ ആ ഒരു ബോക്സ് ഒഴിയുന്നതനുസരിച്ച് അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ തലേന്ന് കുട്ടികൾക്ക് ഇനിയിപ്പോൾ ചോറ് കൊണ്ടുപോകണം, അതിന് ഞാൻ തലേന്ന് ചോറ് വെക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഹാഫ് അല്ല ഒരു 1/4 വേവൊക്കെ ആകുന്ന സമയത്ത് ചോറ് കുട്ടികൾക്ക് മാത്രമുള്ളത് ഞാൻ മാറ്റി വെക്കും. ആ ചോറ് പിറ്റേന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് അവർക്ക് ഞാൻ ചോറാക്കി കൊടുക്കൽ കേട്ടോ ലഞ്ച് ബോക്സിൽ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ലഞ്ച് ബോക്സിലേക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു പിന്നെ റൈസാണ് കേട്ടോ ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊടുത്തത്. അത് ഞാൻ റീൽസായിട്ട് ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കേണ്ടി. കുട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ എരിവ് ഇത്തിരി കുറയ്ക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതാ പുട്ടും ആവശ്യത്തിനുള്ള, ഞാൻ പറഞ്ഞില്ലേ 2 കുറ്റി പുട്ടും ഉണ്ടായിന്, ഒരു 5-6 ദോശ ചൂടാനുള്ള മാവും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച്, അപ്പോൾ രാവിലെ വെച്ചാൽ എല്ലാവരും ഒന്നും ഓവർ കഴിക്കുന്ന പോലെ ആരുമില്ല. എല്ലാവരും പിയാപ്പിള ചായ കുടിക്കാൻ വരും, നിൽക്കാക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു 2 ദോശ അല്ലെങ്കിൽ മാക്സിമം 2 പീസ് പുട്ട് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നെയ്യിട്ട് ചുടുന്ന ദോശയാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ ദോശയും ചട്നിയാണ് എടുത്ത്. ചട്നി തലേന്ന് ഉണ്ടാക്കി നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയതിന് ആ ചട്നീൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് തണുപ്പ് പോകാൻ വേണ്ടി അടുപ്പിൻ്റെ സൈഡിൽ തന്നെ വെച്ചതാണ്. തണുപ്പ് പോയിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഫുള്ള് ലെഫ്റ്റ് ഓവറാണ് കേട്ടോ. അപ്പോൾ അത് തലേന്നത്തെ ചിക്കൻ കറിയും പിന്നെ അതേപോലെ ചപ്പാത്തി തലേന്ന് രാത്രി ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ കാക പറയും എനിക്ക് അത് മതിയെന്ന്. ഇനിയിപ്പോൾ ചപ്പാത്തി ഉച്ചക്കും രാത്രിയും രാവിലെയും ഒക്കെ ചപ്പാത്തി കൊടുക്കുകയാണെങ്കിൽ കാക അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചുടാനുള്ള മടി കൊണ്ടാണ് രാത്രി മാത്രം ആക്കിയത്. അപ്പോൾ ബാക്കി ഇന്നലത്തെ ഒരൊറ്റ ചപ്പാത്തി ഉള്ളതിന്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ആയതുകൊണ്ട് ഞാനൊരു 2 ചപ്പാത്തി തിന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഒരൊറ്റ ചപ്പാത്തിയാണ് കഴിക്കുക. ചിക്കൻ കറി ആകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അതിലൊന്നും ഇപ്പോൾ രസം പോലത്തെ ചിക്കൻ കറി ആയിപ്പോയിട്ട് ഇത്തിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ കാക്ക പറയാണ് രസം പോലെ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറഞ്ഞ്. പിന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. ചൂടോട് കൂടിയിട്ട് ദോശ എല്ലാവർക്കും കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ അപ്പം ചുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കും, അതേപോലെ തന്നെ ഒഴിവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.